സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ മാസപ്പിറവി കാത്ത വിശ്വാസികൾ ഇന്ന് ശവ്വാൽ മാസപ്പിറവി കാണുകയാണെങ്കിൽ നാളെയായിരിക്കും ചെറിയ പെരുന്നാൾ. മാസപ്പിറവി ദൃശ്യമായാൽ അറിയിക്കണമെന്ന് വിവിധ ഖാസിമാർ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ റംസാൻ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ് ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണെന്ന് തോന്നുന്നു. ഇംതിയാസ്, വിശ്വാസികൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നാളെയാണോ ചെറിയ പെരുന്നാൾ അറിയാൻ. എന്താണ് അവിടത്തേക്ക് ഒരു കാഴ്ചകൾ എങ്ങനെയാണ് ബീച്ചിൽ? തീർച്ചയായിട്ടും വിശ്വാസികളെല്ലാം വലിയ കാത്തിരിപ്പിലാണ്. ഞാൻ നിൽക്കുന്നത് ബീച്ചിലല്ല, കോർണിഷ് പള്ളിയിലാണ്. കടലുണ്ടിയിലെ കോർണിഷ് പള്ളിയിലാണുള്ളത്. ഇവിടെ ടെലിസ്കോപ്പ് സംവിധാനമൊക്കെ വെച്ച് ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ മാസപ്പിറവി, ശവ്വാൽ മാസപ്പിറവി കാണുമോ എന്ന ഒരു പരീക്ഷണമാണ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ ഈ ടെലിസ്കോപ്പിലൂടെ ശവ്വാൽ മാസപ്പിറവി ഇന്ന് കാണുകയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഖലീൽ ബുഖാരി തങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. ചെറിയ പെരുന്നാളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഒമാൻ ഒഴികെയുള്ള ഒമാനിൽ മാത്രമാണ്, അതായത് നാളെ പെരുന്നാളായില്ലെങ്കിൽ ഒമാനിൽ മാത്രമാണ് 30ഉം കിട്ടി ആ രീതിയിൽ പെരുന്നാൾ ആഘോഷത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഇത്തവണ ഈ ദിവസം, അതായത് ഇന്നലെ അമാവാസിയൊക്കെ കഴിഞ്ഞ് ഇന്ന് മാസപ്പിറവി കാണാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ടെലിസ്കോപ്പ് വഴിയാണ് ഇത് നോക്കുന്നത്. അങ്ങ് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വടക്കു ഭാഗത്തായി 12.8 ഡിഗ്രി മാറി ചന്ദ്രനെ കാണുകയാണെങ്കിൽ, ശവ്വാൽ മാസപ്പിറവി കാണുകയാണെങ്കിൽ അത് ചെറിയ പെരുന്നാളാണെന്ന് ഖലീൽ ബുഖാരി തങ്ങൾ തന്നെ ഇന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നാളെ ചെറിയ പെരുന്നാൾ ദിനമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 29 നോമ്പാണ് വിശ്വാസികൾക്ക് ഇത്തവണ കിട്ടുകയും ചെയ്യുക. ഇപ്പോൾ ഖലീൽ ബുഖാരി തങ്ങൾ തന്നെ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. സാധ്യതയുണ്ടോ ഇന്ന് കാണാൻ? എങ്ങനെയാണ് അന്തരീക്ഷം? സാധ്യത വളരെ കൂടുതലാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കാണുന്നത്. ഞങ്ങൾ എല്ലായിടങ്ങളിലും സാധ്യതയുള്ള കൂട്ടായി, കാപ്പാട്, പൊന്നാനി പ്രദേശങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് ഗോളശാസ്ത്രത്തിൽ ചന്ദ്രപ്രവയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളുകളെ തന്നെ, പണ്ഡിതന്മാരെ തന്നെ പ്രതികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ അവരവർ നാട്ടിലെ ഖാദിമാരെ അറിയിച്ച് മാസം ഉറപ്പിച്ച് വിരമറിയിച്ച് ഖാദിമാർ ഒന്നിച്ച് കൂടിയാലോചിച്ച് പ്രഖ്യാപിക്കാറാണ് പതിവുള്ളത്. ഇത്തവണ 59 മിനിറ്റോളം സൂര്യാസ്തമയത്തിൻ്റെ ശേഷം ചന്ദ്രൻ ഉണ്ടാകുമെന്നതുകൊണ്ടും നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇതുവരെ ഉള്ളത്. പ്രതീക്ഷ വളരെ കൂടുതലാണ്. ശരി ഇംതിയാസ്, എന്തായാലും മാസപ്പിറ കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. അല്പസമയത്തിനകം തന്നെ നാളെ ആയിരിക്കുമോ ചെറിയ പെരുന്നാൾ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതിനനുസരിച്ച് ആ വിവരം ലഭിക്കുന്നതനുസരിച്ച് പ്രേക്ഷകരിലേക്കും എത്തിക്കാം.